18-ാം വയസ്സിൽ 18ാമത് ലോക ചെസ് ചാമ്പ്യനായത് ഇന്ത്യയുടെ സ്വന്തം ഗുകേഷിന് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയ മുൻ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വിലം സ്റ്റെനിറ്റ്സ് ആദ്യത്തെ ലോക ചെസ് ചാമ്പ്യൻ. 1886 മുതൽ 1892 വരെ ചാമ്പ്യൻ കിരീടം വഹിച്ചു. 1859 മുതൽ 1961 വിയന്ന സിറ്റി ചാമ്പ്യൻഷിപ്പിലെ ധീര പ്രകടനങ്ങൾ അദ്ദേഹത്തിന് ഓസ്ട്രിയൻ മോർഫി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. 1870കളുടെ തുടക്കത്തിലാണ് അദ്ദേഹം ചെസ്സിൽ ഒരു പുതിയ ശൈലി അവതരിപ്പിച്ചത്. തുടർന്ന് പൊസിഷണൽ ചെസ്സിന്റെ പിതാവായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു. ഇമാനുവൽ ലാസ്കർ എക്കാലത്തെയും ശക്തരായ കളിക്കാരിൽ ഒരാൾ. 1894 മുതൽ 1921 വരെ 27 വർഷം ഏറ്റവും കൂടുതൽ കാലം ചാമ്പ്യനായി വാണ വ്യക്തി. ഗെയിമിനോട് മനഃശാസ്ത്രപരമായ സമീപനമാണ് ലാസ്കർ ഉപയോഗിച്ചിരുന്നത്. എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ മനഃപൂർവ്വം ചില കരുനീക്കങ്ങൾ നടത്തുന്ന കൗശലക്കാരനായിരുന്നു അദ്ദേഹം. അച്ഛന്റെ ചെസ് കളി കണ്ട് 4-ാം വയസ്സിൽ കരുനീക്കങ്ങൾ പഠിച്ച ഹൊസെ റൗൾ കാപ്പബ്ലാങ്ക ലോക ചെസ്സിലെ എക്കാലത്തെയും മികച്ച പ്രതിഭാശാലികളായ കളിക്കാരിലൊരാളാണ്. 1921 മുതൽ 1927 വരെ ലോക ചാമ്പ്യനായിരുന്നു. അസാധാരണമായ വേഗതയും അവസാനഘട്ട കരുനീക്കങ്ങളിലെ സൂക്ഷ്മതയും കാപ്പബ്ലാങ്കയുടെ മാത്രം സവിശേഷതയാണ്. കാപ്പബ്ലാങ്കയെ പരാജയപ്പെടുത്തി 1927 4-ാമത്തെ ലോക ചെസ് ചാമ്പ്യനായി അലക്സാണ്ടർ അലഖിൻ. ചെസ്സിൽ പുതിയ ശൈലി പരീക്ഷിച്ച അലഖിൻ ഇമാനുവൽ ലാസ്കറെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ചാമ്പ്യനായിരിക്കെ പോർച്ചുഗലിലെ ഹോട്ടലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക ചെസ് ചരിത്രത്തിലെ ഒരേയൊരു ഡച്ച് ചാമ്പ്യൻ മാക്സ് യൂവേ. ആംസ്റ്റർഡാമിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഒരു ശില്പം ഉൾക്കൊള്ളുന്ന മാക്സ് യൂവേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന നഗരപ്രദേശം തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യനായ താരം മിഖായേൽ ബോട്ട്വിനിക്. 6 പ്രാവശ്യം ലോക ചാമ്പ്യൻ. സോവിയറ്റ് ചെസ് സ്കൂളിന്റെ പിതാവെന്നറിയപ്പെടുന്നു. കൂടാതെ അനറ്റോലി കാർപോവ്, ഗാരി കാസ്പറോവ്, വ്ളാഡിമിർ ക്രാംനിക് തുടങ്ങി 3 ചാമ്പ്യന്മാരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഫൈനലിൽ ഒരിക്കൽ തോറ്റ ശേഷം വീണ്ടും മത്സരിച്ച് ചാമ്പ്യനായ ഒരേയൊരാൾ വാസിലി സ്മിസ്ലോവ്. 1957 ഒരു തവണ ചാമ്പ്യൻ. ആകെ 17 മെഡലുകളോടെ ഏറ്റവും കൂടുതൽ ചെസ് ഒളിമ്പ്യാഡ് മെഡലുകളുടെ ഉടമയെന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തം. തന്ത്രപരമായ ശൈലി കൊണ്ട് റിഗറിൽ നിന്നുള്ള മാന്ത്രികൻ എന്നാണ് മിഖായേൽ ടാൽ അറിയപ്പെടുന്നത്. 23-ാം വയസ്സിൽ ചാമ്പ്യനായി. അക്കാലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്ന റെക്കോർഡ്. മദ്യപാനവും പുകവലിയും നിറഞ്ഞ ജീവിതശൈലി കാരണം ആരോഗ്യം നശിച്ചു. 1992 55-ാം വയസ്സിൽ മോസ്കോയിൽ വെച്ചായിരുന്നു മരണം. 1975 ആത്മകഥ ദ ലൈഫ് ആൻഡ് ഗെയിംസ് ഓഫ് മിഖായേൽ ടാൽ ഒരു ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു. മികച്ച ഡിഫൻസ് കളിക്കാരനായ ടിഗ്രാൻ പെട്രോസിയന്റെ വിളിപ്പേര് അയൺ ടിഗ്രാൻ എന്നാണ്. 1963, 1966 വർഷങ്ങളിലായി 2 പ്രാവശ്യം ചാമ്പ്യൻ. 8-ാം വയസ്സിൽ ചെസ് കളിക്കാൻ പഠിച്ച പെട്രോസിയൻ 1946 കാൻഡിഡേറ്റ് മാസ്റ്ററും 1951 ഇന്റർനാഷണൽ മാസ്റ്ററും 1953 ഗ്രാൻഡ് മാസ്റ്ററുമായിരുന്നു. 1966 ടിഗ്രാൻ പെട്രോസിയനോട് തോറ്റു. 1969 അതേ പെട്രോസിയനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യനായി ബോറിസ് സ്പാസ്കി. ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിവുണ്ടെന്നാണ് ഖ്യാതി. എന്നാൽ 1972 മത്സരത്തിൽ ബോബി ഫിഷറിനോടുള്ള അദ്ദേഹത്തിന്റെ തോൽവിയാണ് ചാമ്പ്യൻ പദവിയേക്കാൾ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഏക അമേരിക്കൻ ലോക ചെസ് ചാമ്പ്യൻ ബോബി ഫിഷർ 2-ാം തവണ ഫൈനൽ കളിക്കാൻ വിസമ്മതിച്ചു. കളിയിൽ നിന്ന് പാടെ വിട്ടുനിന്നു. എക്കാലത്തെയും മികച്ച കളിക്കാരനായ അനറ്റോലി കാർപോവ് 1975 ഫിഷർ വിസമ്മതിച്ചതിനാലാണ് ആദ്യമായി ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുന്നത്. തുടർന്ന് 78, 81, 84 വർഷങ്ങളിൽ 3 തവണ കിരീടം സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിലെ പൊസിഷണൽ ജീനിയസ് എന്നാണ് അറിയപ്പെടുന്നത്. 1985 22-ാം വയസ്സിൽ അന്നത്തെ ചാമ്പ്യനായ അനറ്റോലി കാർപോവിനെ തോൽപ്പിച്ച് കാസ്പറോവ് അതുവരെയുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി. ഇപ്പോൾ ഗുകേഷിന്റെ ചാമ്പ്യൻ പട്ടം വരെ ആ റെക്കോർഡിന്റെ സൂക്ഷിപ്പുകാരൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ടൂർണമെന്റ് വിജയങ്ങൾ, ചെസ് ഓസ്കർ എന്നീ റെക്കോർഡുകളും കാസ്പറോവിന് സ്വന്തം.
2000-ൽ ഗ്യാരി കാസ്പറോവിനെ പരാജയപ്പെടുത്തി ക്രാംനിക്കിന്റെ മിന്നും ജയം. 2004-ൽ പീറ്റർ ലെക്കോയ്ക്കെതിരായ മത്സരത്തിൽ കിരീടം സംരക്ഷിച്ചു. 2006-ലെ മത്സരത്തിൽ അന്നത്തെ ഫിഡെ ലോക ചാമ്പ്യൻ വെസലിൻ ടോപ്പലോവിനെ പരാജയപ്പെടുത്തി. 2019 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ, 5 തവണ ലോക ചെസ് ചാമ്പ്യൻ, 2 തവണ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ, ഇന്ത്യയുടെ സ്വന്തം വിശ്വനാഥൻ ആനന്ദ്. ചെസ് കളിയിലെ വേഗതയ്ക്ക് പേരുകേട്ട ആനന്ദിന് ആദ്യകാലത്ത് ലൈറ്റ്നിംഗ് കിഡ് എന്നായിരുന്നു വിളിപ്പേര്. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന അവാർഡ് ആദ്യമായി ലഭിച്ചത് ആനന്ദിനായിരുന്നു 1991-92 കാലഘട്ടത്തിൽ. 2007-ൽ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ കായിക താരമായി മാറി വിശ്വനാഥൻ ആനന്ദ്. 5 തവണ ലോക ചെസ് ചാമ്പ്യൻ, 5 തവണ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻ, 7 തവണ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ. 2013-ൽ വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ച് ചാമ്പ്യനായി. അടുത്ത വർഷവും കിരീടം നിലനിർത്തി. കൂടാതെ 2014-ലെ വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പും വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പും നേടിയതോടെ 3 കിരീടങ്ങളും ഒരേ സമയം സ്വന്തമാക്കുന്ന ആദ്യ കളിക്കാരനായി. 2023-ൽ ചാമ്പ്യൻ പട്ടം ഡിഫൻസ് ചെയ്യുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. ത്രില്ലറുകൾ നിറഞ്ഞ 14 റൗണ്ട് മത്സരങ്ങൾ 7-7 സ്കോറിൽ സമാപിച്ചപ്പോൾ ടൈ ബ്രേക്കറിലെ 4ാം റാപ്പിഡ് ഗെയിമിൽ റഷ്യക്കാരൻ ഇയാൻ നെപ്പോംനിയാഷിയെ വീഴ്ത്തിയാണ് ഡിങ് ലിറൻ ചാമ്പ്യനായത്. കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ചൈനക്കാരനാണ് ലിറൻ. ലോക ചാമ്പ്യൻഷിപ്പിനില്ലെന്ന് കാൾസൺ പ്രഖ്യാപിച്ചതോടെയായിരുന്നു കാൻഡിഡേറ്റ് ടൂർണമെന്റിലെ ആദ്യ 2 സ്ഥാനക്കാരായ നെപ്പോയും ലിറനും തമ്മിലുള്ള പോരാട്ടത്തിന് വഴിയൊരുങ്ങിയത്. ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, 18-ാം വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായി ഇന്ത്യയുടെ ഡി ഗുകേഷ്. 14-ാം റൗണ്ടിൽ 7.5 പോയിന്റോടെ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ തോൽപ്പിച്ചാണ് ഗുകേഷിന്റെ നേട്ടം. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജയിച്ചായിരുന്നു ചെന്നൈ സ്വദേശിയായ ഗുകേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ അർഹത നേടിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ലോക ചാമ്പ്യനാവുന്നത്. ഫിഡെ റാങ്കിങ്ങിൽ 2783 റേറ്റിംഗോടെ 5ാമതാണ് ഡി ഗുകേഷ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.